നാട് വിട്ടാലോ? അനുമോൾ, കൺഗ്രാറ്റ്സ് ഫോർ വിന്നിങ് ബിഗ് ബോസ് സീസൺ 7. അല്ല, ഞാൻ പറയുന്നത് ന്യായീകരിക്കാൻ എക്സ്ക്യൂസ് പറയാനില്ല. തോൽവി നമ്മൾ സമ്മതിക്കും, അതല്ല, അത്രയേ ഉള്ളൂ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണ്, അനീസ് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. നടന്നില്ല. പി ആർ വിന്ന് ഇല്ലടാ. അങ്ങ് ഞാൻ പറയട്ടെ, അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ലടാ. അൺഫെയർ PR വിന്ന് അൺഫെയർ. എടാ, അങ്ങനെ പറഞ്ഞ കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ തോൽവി സമ്മതിക്കണം. അതാണ് ആണത്തം. ഞാൻ കാര്യം പറയലാം, അതാണ് ആണത്തം. എന്തായാലും തോറ്റ്. ഇനിയിപ്പം ഇതിൽ കുറേ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ പറയുന്നത് അനീഷ്? നന്ദി പറയാനുള്ളത് എന്റെ സഹ മത്സരാർത്ഥികളോടാണ്. കാരണം ഇപ്പോ എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ പക്ഷെ അനീഷിനെ കുറിച്ച് വേറെന്നല്ലോ കേൾക്കുന്നുണ്ട്. സത്യം അതൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് അതിനൊരു ക്ലാരിറ്റി. ഒരു കാര്യം കൂടെ ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, ആരോടും തന്നെ ദേഷ്യം ഒന്നുമില്ല. എല്ലാവരും എന്റെ ഹൃദയത്തിലാണ്. നിങ്ങൾ എന്റെ നാട്ടിലേക്കും എന്റെ വീട്ടിലേക്കും വരണം. അഖിൽ സ്റ്റോറി നോക്ക. എടാ, കണ്ട് ഇത് ഊക്കലിന്റെ അങ്ങേയറ്റാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. 2 ദിവസം ഞാനായിരിക്കും എയറില്. എൻ്റെ എല്ലാം ഇതല്ലേ, മറ്റൊരു ക്യാപ്പിന്റെ ചിഹ്നം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തീട്ടും. അതായത് തൊപ്പിന്റെ മുകളിൽ തൂറി കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. കണ്ടടാ, കണ്ട് ഇതാ ഇത് അതായത് തൊപ്പിന്റെ മുകളിൽ ഇങ്ങനെ ചളിയോ തീട്ടോ ഇതെന്തത് വേറൊരു സ്റ്റോറി ഉണ്ടല്ലോ. അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ്. ഈ അഖിൽമാരാണ് സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുമോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് കാര്യമില്ല. കള്ളത്തരം, പച്ച കള്ളത്തരം അഖിൽമാരാണ് എന്തിനു വന്നിട്ട് പറഞ്ഞു. തോറ്റുപോയി, എവിടെയോ പിഴച്ചു. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നേ തുടങ്ങണമായിരുന്നോടാ. ഞാൻ ഈ ലാസ്റ്റ് ഒരു ദിവസം വന്നിട്ട് അനീഷിനെ ജയിപ്പിക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതിന്റെ ക്യാമ്പയിനെല്ലാം തുടങ്ങണമായിരുന്നു അല്ലേ? ശരിക്കും പ്രോപ്പർ PR പോലെ ചെയ്യണമായിരുന്നു. നമ്മൾ. അങ്ങനെയാണ് ജയിക്കുന്നത്. ഞാനിത് അറിയാൻ ലേറ്റായി. അതാണ്. വെൽക്കം ടു ജുപ്പിറ്റർ. അല്ലാ, ഇത്രയും സപ്പോർട്ട് ഉണ്ടായിട്ട് അനീഷ് തോറ്റത്. അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മളെത്ര മാക്സിമം ഏതെല്ലാം സ്ഥലത്ത് പോയി ആരോടെല്ലാം വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞേ. എന്താ നമ്മളെ ഓഡിയൻസ് ഒന്നും അല്ലടാ, മനസ്സിലായോ? നമ്മൾ ഓഡിയൻസ് ഒന്നും അല്ല. ഈ അഖിൽമാരാർക്ക് ഇവർക്കെല്ലാം വേറെന്തോ TV ഓഡിയൻസ്, ഇങ്ങനെ ഈ അമ്മമാർ ഓഡിയൻസ്, അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ നമുക്കറിയാത്ത എന്തോ ഉണ്ടോ ഇതില്. നമ്മളെ ഓഡിയൻസ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. നമ്മളെ ഓഡിയൻസ് എത്ര വോട്ട് അറിയേണ്ടതാ ആദ്യം ചെയ്തിട്ടുണ്ടാവും. ജുപ്പിറ്റർ IRL സ്ട്രീം വന്നായി. വിനു പോസ്റ്റ് ഞാൻ കണ്ട്. വിനു ഇട്ട് കണ്ടിട്ടില്ല, കാണിച്ചരാ. മറ്റേ മൂഞ്ചി. വിനു ഒരു ക്യാപ്പിന്റെ ചിഹ്നം ഇട്ടിന്. തൊപ്പിന്റെ ചിഹ്നം അതിന്റെ മുകളിൽ 3G നദിയിലാണ്. മാറി ഇതെന്താടാ എല്ലാരും കൂടിയിരുന്നതിന് എന്റെ വട്ടത്തിലിരുന്ന് നോക്കുവല്ല. കപ്പ് കൊടുക്കുന്ന അല്ലടാ, അനുമോളോട് നമുക്ക് ദേഷ്യമില്ലല്ലോ. അനുമോളല്ലല്ലോ PR എന്ന് പറഞ്ഞ ആ ചീപ്പ് നാടകം ആടെയാണ് നമുക്ക് ദേഷ്യം. അനുമോളോട് നമുക്ക് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല. അനുമോള് ചിലപ്പം പാവമായിരിക്കും, എനിക്കറിയില്ല. അനുമോള് എന്താ നമുക്കറിയില്ല, ഡിസേർവ്ഡാണ്. പക്ഷേ എനക്കൊന്നും പറയാനും കിട്ടുന്നില്ല. ലോട്ട ഇതൊന്നാ ചെയ്യുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫോണ് സ്വിച്ച് ഓഫ് ആക്കാം. ബ്രോ കരച്ചിൽ വരുന്ന കരയും. നിനക്ക് കരയെങ്ങനെ ചെയ്യാം? ഞാൻ ലൈവിന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം, വേറെ വഴിയില്ല. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നാട് വിട്ടാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. 2 ദിവസത്തേക്ക് വല്ല വേണമെങ്കിൽ ഇന്റർനാഷണൽ പോയാലോ. എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച മലേഷ്യ പോകുന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണലിൽ ഈ വിഷമെല്ലാം തീർക്കാൻ തോന്നുന്നു. സീനല്ല ബ്രോ, കീപ് ഗോ പോസിറ്റീവ് ആടാ.
ഇനി ഇന്നൊരു നോർമൽ സ്ട്രീം